എന്നാൽ അവരുടെ ഒന്നും സ്വാധീനമോ അവരുടെ ഒന്നും നിർബന്ധമോ കൊണ്ടല്ല ദൈവം എന്നെ എടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബ്രദറൻകാരനായി, ഒരു സുവിശേഷകനായി വിളിക്കപ്പെട്ട് എനിക്ക് ധൈര്യത്തോടെ ഇന്ന് നിങ്ങളുമായിട്ട് പറയാനൊക്കെ ദൈവം എന്നെ വിളിച്ചതാണ്, ദൈവം എന്നെ നിയമിച്ചതാണ്, ദൈവം എനിക്ക് ശുശ്രൂഷ തന്നതാണ്. പ്രിയരെ, വീണ്ടും സ്നേഹ അഭിവാദ്യങ്ങൾ, സ്നേഹ നിർഭരമായ വന്ദനം കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ ജീവിതവും ജീവിത അനുഭവങ്ങളും അഥവാ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും ഞാൻ തുടരുകയാണ്. എൻ്റെ ഇതുവരെയുള്ള ജീവിതാനുഭവങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കണമെന്നുള്ള ആഗ്രഹമൊക്കെയാണ് എനിക്കുള്ളത്. അതിൻ്റെ ഒരു ഘട്ടം വരെ ആയിട്ടുള്ളൂ. എൻ്റെ ആത്മീക ജീവിതത്തിൻ്റെ രണ്ടാം ഘട്ടം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. ആദ്യത്തെ 2 വിഭാഗങ്ങളായിരുന്നെങ്കിലും ചർച്ച് ഓഫ് ക്രൈസ്റ്റുമായിട്ടുള്ള ബന്ധത്തിലുള്ള ജീവിതവും ശുശ്രൂഷകളുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞാൻ ബ്രദർ സമൂഹത്തിലേക്ക് എത്തപ്പെട്ട സാഹചര്യമാണ് വിശദീകരിച്ചത്. ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ച് ദൈവവചനാടിസ്ഥാനത്തിൽ പറയട്ടെ, ഞാൻ ആദ്യത്തെ ഈ ജീവിതവും ജീവിതത്തിലെ അനുഭവങ്ങളും അനുഭവ പാഠങ്ങളും പറഞ്ഞു തുടങ്ങിയപ്പോൾ ആദ്യത്തെ ഭാഗത്ത് ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഞാൻ എഴുതി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു പദ്ധതി അനുസരിച്ചല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോരുന്നത്, മറിച്ച് ദൈവം എന്നെക്കുറിച്ച് പ്ലാൻ ചെയ്തതനുസരിച്ചാണ്. ബ്രദർ സമൂഹത്തിൽ വരാൻ ആഗ്രഹിക്കാതിരുന്ന ഞാൻ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ അമ്മയുടെ കുടുംബത്തിൽ അനേകർ, എൻ്റെ അമ്മാച്ചന്മാർ, എൻ്റെ പ്രിയപ്പെട്ടവർ, ആ കുടുംബത്തിൽപ്പെട്ട ഒത്തിരി പേര് ബ്രദർ സമൂഹത്തിലുണ്ട്, തലമുറകളായി അവിടെ ഉണ്ട്. എന്നാൽ ഞാൻ ആ സമൂഹത്തോട് യോജിച്ചു പോകാൻ ആഗ്രഹിച്ചില്ല. അവരൊക്കെ എന്നെ സ്നേഹിച്ചിട്ടുള്ളവരാണ്, ഞാൻ ബ്രദർ സമൂഹത്തിലേക്ക് വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ളവരാണ്. എന്നാൽ അവരുടെ ഒന്നും സ്വാധീനമോ അവരുടെ ഒന്നും നിർബന്ധമോ കൊണ്ടല്ല ദൈവം എന്നെ എടുത്ത് ഈ സമൂഹത്തിലേക്ക് ഇടുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഒരു ബ്രദറൻകാരനാകുന്നത്. 2 വീടുകളിൽ ഇരവിപേരൂർ ഞാൻ മാറി താമസിക്കേണ്ടി വന്നു. രണ്ടാമത്തെ വീട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രദർ സമൂഹത്തിലെ ഒരു വീടായിരുന്നു. ആ വീട്ടിൻ്റെ ഉടമസ്ഥൻ ആഫ്രിക്കയിലായിരുന്നു. എന്നാൽ ആ ഉടമസ്ഥൻ്റെ ഏറ്റവും ക്ലോസ് റിലേറ്റീവായ മാത്തുക്കുട്ടി സാറാണ് ആ വീടിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം കിട്ടി. ഈ മാത്തുക്കുട്ടി സാറ് വഴിയാണ് ആ വീട് കിട്ടുന്നത്. അവിടെ ഞാൻ താമസിച്ചു, മാസങ്ങളോളം അവിടെ താമസിച്ചു. വളരെ സ്നേഹത്തിലും ആത്മീക ബന്ധം, ബ്രദറൻകാരാണല്ലോ 2 പേരും, അങ്ങനെ ഒരു ബന്ധത്തിൽ തുടരുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക സംഭവം അരങ്ങേറുകയാണ്. അബ്രഹാമിനെ കുറിച്ചും ഒക്കെ വായിക്കുമ്പോൾ അവരെക്കുറിച്ച് പറയുന്നത് കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക എന്ന് പറഞ്ഞ് പ്രയാണം ആരംഭിക്കുക. ആ പ്രയാണം വിശ്വാസത്താൽ അങ്ങ് ചുവടുകൾ വയ്ക്കുക. ദൈവം എവിടെയാണോ എത്തിക്കുന്നത് അവിടേക്ക് പോകാൻ ദൈവം പറയുന്നിടത്തൂടെ അങ്ങ് യാത്ര ചെയ്യുകയാണ്. ഇത് അബ്രഹാമിൻ്റെ മാത്രമല്ല, ദൈവത്താൽ വിളിക്കപ്പെട്ട ക്രിസ്തു ഭക്തരുടെ, ദൈവഭക്തരുടെ എല്ലാ അനുഭവമാണ്. അതിന് തിരുവെഴുത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞാൽ വിശ്വാസ ജീവിതം എന്നാണ് അതിന് കൊടുക്കാൻ പറ്റുന്ന ടൈറ്റിൽ. ദൈവദാസനായ ബഹുമാനപ്പെട്ട എം.ഇ. ചെറിയാൻ സാർ എഴുതിയ അനുഗ്രഹീതമായ ഒരു ഗാനം മതി ആ വിശ്വാസ ജീവിതത്തിൻ്റെ മനോഹരമായ ഏടുകൾ, അതിൻ്റെ സ്റ്റെപ്പുകൾ മനസ്സിലാക്കാൻ. ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അങ്ങനെ ഈ മാത്തുക്കുട്ടി സാറിൻ്റെ
ഈ ഭവനത്തിൽ ഞാൻ താമസിച്ചു വരവേ ഒരു ദിവസം വളരെ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ദിവസവും കാണുമ്പോൾ സംസാരിക്കാറുണ്ട്. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എൻ്റെ മകളും മരുമകനും കണ്ടമ്പേരൂരാണ്, റാന്നിക്കടുത്ത് കണ്ടമ്പേരൂരാണ്. അവരൊരു പുതിയ വീടും സ്ഥലവും കൂടെ വാങ്ങിച്ച് അങ്ങോട്ട് മാറുകയാണ്. ഇപ്പോൾ താമസിക്കുന്ന വീട് കാലിയാവുകയാണ്. സാറിന് താല്പര്യമുണ്ടോ? അങ്ങോട്ട് മാറി താമസിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ, ഇത് പൊടുന്നനെ എങ്ങനെയാണ് ഒരു തീരുമാനമെടുക്കുക? ഞാൻ എല്ലാ കാര്യങ്ങളിലും ഈ സമൂഹത്തിൽ വന്നതിന് ശേഷം ആലോചന ചോദിക്കുക ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാനോട് തന്നെയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തോട് ചോദിച്ചു, അച്ഛാ, ഇങ്ങനെ മാത്തുക്കുട്ടി സാർ ഒരു സജഷൻ പറഞ്ഞു, എന്താണ് അങ്ങയുടെ അഭിപ്രായം? അപ്പോൾ എന്നെ അവിടെ നിന്ന് വിടാൻ അദ്ദേഹത്തിന് മനസ്സില്ല. ആദ്യം അദ്ദേഹം എതിർത്തു, നന്നായിട്ട് എതിർത്തു. അത് കഴിഞ്ഞിട്ട് കുറേ നേരം ഞാൻ ആ വീട്ടിൽ ചെന്നാൽ ഞങ്ങൾ ഒരുമിച്ച് കുറേ നേരം സ്പെൻഡ് ചെയ്യാറുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. കുറേ നേരം ഒന്ന് ആലോചിച്ചിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇതൊരു പക്ഷെങ്കിൽ ദൈവം ഒരുക്കുന്ന ഒരു വഴിയാവും. ഈ മേഖലയിൽ നിൽക്കുന്നതിനേക്കാൾ തമ്പാച്ചന് കൂടുതൽ ശുശ്രൂഷയ്ക്ക് അവസരം കിട്ടുന്നത് അങ്ങോട്ട് മാറുന്നതാവും. ഓർക്കണേ, ഇതിനിടയ്ക്ക് ഞാൻ അഭിമുഖീകരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഏറ്റവും സങ്കീർണമായ ചില പ്രശ്നങ്ങളുണ്ടായി. ബ്രദർ, സമൂഹത്തിലേക്ക് ഞാൻ വന്നപ്പോൾ അതിൻ്റെയൊക്കെ പരിഹാരം നടക്കുന്നത് പത്തനംതിട്ട സുവിശേഷാലയത്തിൽ വെച്ചാണ്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. ഒരു വശത്ത് ദൈവമക്കൾ എന്നെ സ്വീകരിക്കുകയും ശുശ്രൂഷകളുടെ വാതിൽ തുറക്കപ്പെടുകയും ചെയ്യുമ്പോൾ, മറുഭാഗത്ത് ചെറിയ ആളുകളൊന്നുമല്ല, വലിയ വലിയ വൻസ്രാവുകളാണ് അന്ന് എനിക്കെതിരെ അണിനിരുന്നത്. എന്നാൽ ദൈവത്തിന് സ്തോത്രം, അതിലൊക്കെ പ്രത്യേകമായ വിവേകവും പരിജ്ഞാനവും ദൈവിക നടത്തിപ്പും ദൈവം നൽകി കാത്തതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ ദൈവസന്നിധിയിലായിരിക്കുവാൻ സാധിക്കുന്നത്. ആ സമയത്ത് എനിക്ക് വേണ്ടി നിലകൊണ്ട ഈ അനുഗ്രഹീതനായ ദൈവദാസൻ കൃഷ്ണൻകുട്ടിച്ചായൻ, അദ്ദേഹം ചില കത്തുകളൊക്കെ പലർക്കും എഴുതേണ്ടി വന്നു. അതൊക്കെ വലിയ ചലനങ്ങൾ ഇവിടെ സൃഷ്ടിച്ചു. ഏറ്റവും ഒടുവിൽ സുവിശേഷാലയത്തിൽ വെച്ച്, പത്തനംതിട്ട സുവിശേഷാലയത്തിൽ വെച്ച്, ഇതൊന്നും അനുസ്മരിക്കാനും ആഗ്രഹിക്കുന്നയാളല്ല ഞാൻ, എന്നാൽ അതെൻ്റെ ജീവിത ചരിത്രത്തോട് ചേർത്ത് ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാനോട് ചേർത്തെടുത്ത് പറയേണ്ടതായതുകൊണ്ട് ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. അന്ന് ആ സുവിശേഷാലയത്തിൽ വെച്ച് കാര്യങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിച്ച് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് വന്നെന്നെ ആശ്ലേഷിച്ച് പ്രോത്സാഹിപ്പിച്ച ചിലരുണ്ട്. അതിലഗ്രഗണ്യനാണ് ബഹുമാനീയനായ ടി കെ ശമൂൽ അപ്പച്ചൻ. ശമൂൽ സാറെന്നാണ് എല്ലാവരും വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ടുള്ളത് അപ്പച്ചൻ എന്നാണ്. ഇന്നും അങ്ങനെയാണ് വിളിക്കുന്നത്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്നിട്ട്, അന്ന് എനിക്കൊരു താടിയൊക്കെ ഉണ്ട്, ആ താടിയൊക്കെ തടവിട്ട് അദ്ദേഹം ചോദിച്ചു, ഇതെന്താടോ എന്ന് ചോദിച്ചു. എന്നിട്ട് എന്നെ തൻ്റെ മാറോട് ചേർത്തമർത്തി പിടിച്ചിട്ട് പറഞ്ഞു, ആ ദൈവദാസൻ പറഞ്ഞു, ഇതിനകത്ത് ഇങ്ങനൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, ദൈവം ഉപയോഗിക്കും മോനെ, ദൈവം സഹായിക്കും. അത് കഴിഞ്ഞ് എൻ്റെ അടുക്കൽ വന്ന് എന്നെ തളരരുത്, ധൈര്യത്തോടെ നിൽക്കണമെന്ന് പറഞ്ഞ് എന്നെ ഉത്സാഹിപ്പിച്ച വ്യക്തിയാണ് പുനലൂരെ MB ജോൺ അപ്പച്ചൻ. അതുമാത്രമല്ല, മേൽപ്പാടത്തൊരച്ഛനുണ്ടായിരുന്നു, വേറെ കുറേ സഹോദരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എനിക്കെതിരെ പലരും സംസാരിച്ചപ്പോൾ ആ കാലത്ത്, ആ സമയത്ത് അതിനെ പ്രതിരോധിച്ച പല പ്രിയപ്പെട്ടവരുണ്ട്. അവരെയെല്ലാം സ്നേഹത്തോടെ ഞാൻ ഓർക്കുന്നു. എൻ്റെ സഹപ്രവർത്തകരായ പലരും ഉണ്ട്. അവരെയൊക്കെ ദൈവസന്നിധിയിൽ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. ഈ സാഹചര്യങ്ങളെല്ലാം കണക്കിലെടുത്താണ് കൃഷ്ണൻകുട്ടിച്ചാൻ എന്നോട് പറയുന്നത്, തമ്പാച്ചൻ്റെ ഒരു പക്ഷെങ്കിൽ ദൈവം തുറന്ന വഴിയാവും ഇത്, ആ വഴിക്ക് നീങ്ങുക, അത് നന്നായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ 20 പേരുള്ള ദൈവമക്കൾ പ്രാർത്ഥിച്ച്
ആദരണീയനായ കൃഷ്ണൻകുട്ടിച്ചാൻ എന്നെ കണ്ടൻപേരൂർ ഈ പുതിയ വീട്ടിലേക്ക്, ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ പേരും മാത്തുക്കുട്ടി എന്നാണ്. മാത്തുക്കുട്ടി സാറിൻ്റെ മരുമോൻ മാത്തുക്കുട്ടി എന്നാണ് പേര്. ലീലാമ സഹോദരി. കപ്പമാമുട്ടിലെ ഒരു ഭവനമാണത്. ആ വീട്ടിലേക്ക് ഞങ്ങൾ താമസം മാറി. അവിടെ ഞാൻ താമസമാകുമ്പോൾ ആ കാര്യം ഞാൻ പിന്നാലെ പറയാം. അവിടെ എത്തി എന്നെ കൊണ്ട് ആ വീട്ടിലാക്കി പ്രാർത്ഥിച്ചെന്നെ അവിടെ ആക്കിയതിന് ശേഷം കൃഷ്ണൻകുട്ടിച്ചാനും ഞാനും കൂടെ യാത്ര പറയുന്ന ഒരു ഘട്ടമുണ്ട്. ഇപ്പോഴും അധീരനായ മനുഷ്യൻ, ഏത് വലിയ പ്രശ്നങ്ങളുടെയും സങ്കടങ്ങളുടെയും മുമ്പിൽ കരയാത്ത മനുഷ്യൻ, കണ്ണു നിറയാത്ത മനുഷ്യൻ എൻ്റെ മുമ്പിൽ നിന്ന് നിറകണ്ണുകളോടെ എന്നെ അവിടെ ആക്കിയിട്ട് പോകുന്ന കാഴ്ച ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോൾ കൃഷ്ണൻകുട്ടിച്ചാൻ ആ കിടക്കയിൽ ഇങ്ങനെ കിടക്കുകയാണ്. ചില ദിവസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ എൽസി മാമ പറഞ്ഞ വാചകം, തമ്പാച്ച, സ്റ്റേജിലൊക്കെ നിന്ന് ഗർജിക്കുന്ന ഈ മനുഷ്യൻ സഹോദരനെ അവിടെ കൊണ്ടാക്കിയിട്ട് ഇവിടെ തിരിച്ചു വന്ന് ഈ കട്ടിലേക്കിലോട്ട് കയറി ഒരു കിടപ്പ് കിടന്നിട്ട് കമഴ്ന്നടിച്ച് കിടന്നിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞാണ് എഴുന്നേറ്റതെന്ന്. ആ ഹൃദയം ഒരു പിതാവിൻ്റെ, ഒരാത്മീയൻ്റെ, ഒരു ദൈവദാസൻ്റെ ആ ഹൃദയം എത്ര വിശാലമാണ്. ആ മനുഷ്യനെയൊക്കെയാണ് നമ്മൾ ആദരിക്കേണ്ടത്. അദ്ദേഹമൊക്കെയാണ് യുഗപുരുഷന്മാർ. മലയാളക്കരയെന്ന് മാത്രമല്ല, മലയാളികൾ എവിടെയുണ്ടോ അവിടെയെല്ലാം ചെന്ന് സുവിശേഷത്തിൻ്റെ ശംഖനാഥം ഉറക്കെ ഊതിയ, കാഹളം മുഴക്കിയ അനുഗ്രഹീതനായ ദൈവദാസൻ കർത്താവിൻ്റെ വരവിൽ ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിങ്കൽ നിറകൈകളോടെ നിരവധി പ്രതിഫലങ്ങൾ ഏറ്റുവാങ്ങി അവിടെ ഉണ്ടാവും. നമ്മൾ അത് കാണും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ എൻ്റെ പുതിയ തട്ടകമായി, പ്രവർത്തന മേഖലയായി കണ്ടൻപേരൂർ ഞാൻ എത്തുകയാണ്. അവിടെ ഞാൻ എത്തിയത്, എനിക്കവിടെ ആകെ പരിചയമുള്ളത്, ഞാൻ കഴിഞ്ഞ ചില സമയത്തിനു മുമ്പ് നിങ്ങൾ കേട്ട കരിയമ്പ്ലാവ് സ്കൂളിൽ ഞാൻ VBS നടത്തിയതറിയാമല്ലോ. ആ സ്കൂളിലൊരു വലിയ സഭയുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ നല്ല പിതാക്കന്മാരാൽ നിയന്ത്രിക്കപ്പെട്ട ഒരു വലിയ സഭ. ഇന്നത് ശോഷിച്ചു. ഇന്ന് ഞാൻ അവിടെയാണ് കൂടുന്നത്. എനിക്ക് ആ സഭയാണ് പരിചയമുള്ളത്. അപ്പോൾ ഞാൻ അവിടെ ചെന്നത് അവിടെയുള്ള ദൈവമക്കളോടുകൂടെ കൂട്ടായ്മ ആചരിക്കാനും ആ സഭാബന്ധത്തിൽ തുടരാനും ആഗ്രഹിച്ചാണ് ഞാൻ ചെല്ലുന്നത്. മുന്നമേ ആരെയും അറിയിച്ചില്ല. ഞാൻ അവിടെ ചെന്നു. താമസമായപ്പോൾ ഈ മാത്തുക്കുട്ടി സഹോദരൻ മുഖാന്തരം, കപ്പമാമ്മൂട് എന്ന് പറയുന്നത് പെന്തക്കോസ്ത് ബ്രദറൻ സമൂഹത്തിൽ ഒരുപാട് വേരുകൾ ഉള്ള ഒത്തിരി കുടുംബങ്ങൾ അവിടെയുണ്ട്. ഈ ബ്രദറൻ വീടുകളിലെല്ലാം ഈ വാർത്ത കാട്ടുതീ പോലെ അങ്ങ് പടർന്നു. എൻ്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുഞ്ഞത്തായി സാർ എന്ന് വിളിക്കും. അദ്ദേഹം മാത്യു സാറാണ്. അദ്ദേഹത്തിൻ്റെ വീട്, ആ വീട്ടിൽ ജോൺസൺ, ഗ്രേസി കുട്ടിമോള്, ഇങ്ങനെ കുറേ സഹോദരങ്ങൾ അന്ന് അവിടെയുണ്ട്. ഇവരുടെയൊക്കെ തൊട്ടയിലൊക്കെ ഒരു അതിരിലാണ് ഞങ്ങളുടെ താമസം. ഞാനവിടെ ചെന്നപ്പോൾ ഇവർ വീട്ടിൽ വരുന്നു, സഹകരിക്കുന്നു. തൊട്ടടുത്ത് പുത്തൂര് ഒരു വീടുണ്ട്. പുത്തൂർക്കാർ ബ്രദർ സമൂഹത്തിലെ അവിടെ ഒരു പ്രധാനപ്പെട്ട കുടുംബമാണ്. ആ വീടുകളിലൊന്നിലെ ബെന്നി എന്നു പേരുള്ള ഒരു യുവ സഹോദരൻ, അദ്ദേഹം അന്ന് അവിവാഹിതനാണ്. അദ്ദേഹം വീട്ടിൽ വരുന്നു. ഈ സഭയുടെ മൂപ്പന്മാരും പ്രായമുള്ളവരും ഒക്കെ വീട്ടിൽ വരുന്നു. കപ്പമാമുട്ടിലെ കുട്ടിച്ചാൻ എന്ന് പറയുന്ന ആളാണ് ഈ കണ്ടൻപേരൂർ ശാലേം ബ്രദറൻ സഭയിലെ മാതൃകയുള്ള അനുഗ്രഹീതനായ ഒരു സ്ഥലം സഭയുടെ മൂപ്പൻ ഇടയനായിരുന്നു അദ്ദേഹം വീട്ടിൽ വരുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ ബേബിച്ചായൻ, ആ ബേബിച്ചായൻ്റെ കുടുംബം, മക്കൾ, ഇവരെല്ലാം എൻ്റെ വീട്ടിൽ വരികയാണ്. എന്നിട്ട് അവർ പറയുകയാണ്,
ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നാളുകളായിട്ട്. ഞങ്ങൾക്കൊരു ദൈവദാസനെ വേണം, ഒരു സുവിശേഷകനെ വേണം. പ്രത്യേകിച്ചും എൻ്റെ പ്രിയ സഹോദരൻ ബെന്നി തോമസ്, മറക്കാൻ പറ്റില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, സഹോദര, ഞങ്ങൾക്ക് ദൈവം അയച്ചതാണ് സഹോദരനെ. എന്തായാലും ഒരാഴ്ച, ഒരു സൺഡേ ഞങ്ങളുടെ കൂടെ ആരാധിക്കണം. പ്രിയരെ, ഞാൻ പറയട്ടെ, അങ്ങനെ തൊട്ടടുത്ത ഞായറാഴ്ച ഞാൻ ഒരു സന്ദർശകൻ ആയിട്ട് ഈ കണ്ടൻപേരൂർ ശാലയും ബ്രദർ അസംബ്ലിയിലേക്ക് ചെല്ലുകയാണ്. അന്ന് ഈ സഹോദരന്മാരെല്ലാവരും ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടമാണ്. ആരാധനയോട് ബന്ധപ്പെട്ട് അവരെന്നോട് പറഞ്ഞു, ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതിന് ഏതൊക്കെ നിലയിൽ സ്തോത്രം ചെയ്യുകയാണോ, വചനധ്യാനമാണോ, ഏത് നിലയിൽ. അത് കഴിഞ്ഞ് വചന ശുശ്രൂഷയും അന്ന് ഞാനാണ് ചെയ്തത്. ഏകദേശം ആ ഹോള് നിറയെ ആളുകളുള്ള ഒരു സ്ഥലം സഭയാണത്. പ്രിയപ്പെട്ടവരെ, ദൈവനാമ മഹത്വത്തിനായിട്ട് പറയട്ടെ, ഒരു പൊങ്ങച്ചത്തിന് വേണ്ടി പറയുകയല്ല. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ ഈ ദൈവമക്കളെല്ലാവരും എന്നെ സ്നേഹം കൊണ്ട് പൊതിഞ്ഞു. എൻ്റെ ഭാര്യയെ, എൻ്റെ കുഞ്ഞുങ്ങളെ അവർ സ്നേഹിച്ചു. അവരുടെ സ്നേഹം ഒരുപാട് ഞാൻ അനുഭവിച്ചു. അന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു, ആ അസംബ്ലിയുമായി തുടർന്നു പോകുക. അങ്ങനെ കണ്ടൻപേരൂർ ശാലയം ബ്രദർ അസംബ്ലിയുടെ ഒരു സുവിശേഷകനായി അവരാണ് എന്നെ കമൻ്റ് ചെയ്തത്. KM ഫണ്ടിന് ആദ്യം കമൻ്റ് ചെയ്തത് സുവിശേഷകനായി റാന്നി മേഖലയിൽ കർത്താവിൻ്റെ വേലക്കാരനായി ബ്രദർ സമൂഹത്തോട് ചേർന്ന് പ്രവർത്തിക്കാൻ ദൈവം അവസരം തരികയാണ്. ആ കാലഘട്ടത്തിൽ അവിടെ നിറഞ്ഞു നിന്നിരുന്ന, നിറസാന്നിധ്യം എന്ന് പറയാൻ കഴിയുന്ന ഒരു ആത്മീക നേതൃത്വം ഉണ്ടായിരുന്നു. കീക്കൊഴൂരെ കുളങ്ങര ശമേൽച്ചാൻ എന്ന് പറയും, എല്ലാവരും ശമേൽച്ചാൻ എന്ന് വിളിക്കുന്ന ആ പിതാവ്. അതുപോലെ തന്നെ മണ്ണാറത്തറയിൽ ഇന്നും ജീവനോടെ ഉണ്ട്, പ്രായാധിക്യത്തിൻ്റെ ക്ഷീണത്തിൽ കഴിയുന്ന VK മാത്യു സാറ്. പോരാ, പുതിമൂട്ടിൽ CS ഡാനിയൽ സാറ്. ഈ 3 പേരായിരുന്നു റാന്നിയിൽ അക്കാലത്ത് റാന്നി പ്രവർത്തനങ്ങളുടെ ഒരു നട്ടെല്ലായി നിന്ന, തൂണുകളായി അറിയപ്പെട്ട ദൈവദാസന്മാർ. അപ്പോൾ തന്നെ മുക്കൂട്ടുതറയിൽ സുവിശേഷ താല്പര്യമുള്ള ഒരു അസ്തോരിയ പാപ്പച്ചായൻ, ആ കനകപ്പലത്ത് മട്ടയ്ക്കലെ കുടുംബത്തിലെ പ്രിയ അപ്പച്ചനും അമ്മച്ചിയും, ഇവരെയൊക്കെ ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ്. എനിക്കറിഞ്ഞുകൂടാ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ മഹാകരുണയാൽ ഒരു സുവിശേഷകനായി വിളിക്കപ്പെട്ട് എനിക്ക് ധൈര്യത്തോടെ ഇന്ന് നിങ്ങളുമായിട്ട് പറയാനൊക്കും, ദൈവം എന്നെ വിളിച്ചതാണ്, ദൈവം എന്നെ നിയമിച്ചതാണ്, ദൈവം എനിക്ക് ശുശ്രൂഷ തന്നതാണ്. ഈ ദൈവജനമെല്ലാം എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ശുശ്രൂഷകൾക്ക് അവസരമൊരുക്കുന്ന ഒരു നല്ല കാഴ്ചയാണ്, ഒരു വിളഞ്ഞ വയലായിട്ടാണ് എനിക്ക് ആ സമയത്ത് ഈ അനുഭവം ഉണ്ടായത്. എൻ്റെ സഹോദരി, നേരെ മൂത്ത സഹോദരിയാണ് സൂസൻ വർഗീസ്, മാത്യു വർഗീസിൻ്റെ ഭാര്യയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അവർ എനിക്ക് മുമ്പേ ബ്രദറൻ മിഷണറിമാരായി മഹാരാഷ്ട്രയിലെ ആദിവാസികളുടെ ഗ്രാമങ്ങളിൽ താമസിച്ച് കർത്താവിന് വേണ്ടി കഷ്ടപ്പെട്ട ഒരു ഭവനമാണ്. ആ പ്രിയപ്പെട്ടവർ നാട്ടിൽ വന്നപ്പോൾ റാന്നിയിലെ ഈ CS ഡാനിയൽ സാറിനെ എൻ്റെ പെങ്ങൾ കണ്ടു. അപ്പോൾ പെങ്ങളോട് ചോദിച്ചു, മോൾ ഏതാണ്? അപ്പോൾ പെട്ടെന്ന് അറിയാൻ വേണ്ടി എൻ്റെ പെങ്ങൾ പറഞ്ഞു, PS തമ്പാനില്ലേ സാറേ, തമ്പാച്ചൻ്റെ പെങ്ങളാണ് ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞ വാചകം, എൻ്റെ പെങ്ങൾ എൻ്റെ അടുക്കൽ കണ്ണുകൾ നിറഞ്ഞ് അവൾ പറഞ്ഞത് ഞാനിപ്പോഴും ഓർക്കും. തമ്പാച്ചൻ ഞങ്ങൾക്ക് വത്സലനാണ്, ഞങ്ങളുടെ വത്സലനാണ് തമ്പാച്ചൻ. അത്രയ്ക്ക് വാത്സല്യത്തോടെ എന്നെ സ്നേഹിച്ചു പ്രോത്സാഹിപ്പിച്ച ആ പിതാക്കന്മാരെ ഞാൻ ഓർക്കുകയാണ്. കുട്ടിച്ചായനെ എനിക്കൊരിക്കലും കുട്ടിച്ചായനെന്ന് ഞാൻ വിളിച്ചിട്ടില്ല, അപ്പച്ചനാണ്. കപ്പമാമുട്ടില്ല, മറക്കാൻ പറ്റില്ല.
നിഷ്കളങ്കനായ ഒരു ദൈവദാസൻ, പരമഭക്തനായ പരമസാത്വികനായ ഒരു ദൈവദാസൻ, ആത്മാക്കളെ സ്നേഹിച്ച, സ്ഥലം സഭയിലെ വിശ്വാസികളെ ഒരിടയനെന്ന നിലയിൽ കരുതിയ ശ്രേഷ്ഠനായ ദൈവദാസനായിരുന്നു ആദരണീയനായ KB വർഗീസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ നെയിം. കുട്ടിച്ചായൻ എന്ന് കണ്ടമ്പേരൂർക്കാൾ വിളിക്കുന്ന പ്രിയ കുട്ടിയപ്പച്ചൻ. ഈ സഭയിലെ എല്ലാ വിശ്വാസികളും തങ്ങളുടെ ഐഹിക നന്മകൾ കൊണ്ടുപോലും ഞങ്ങളെ കരുതാൻ മുന്നോട്ട് വന്നു. അങ്ങനെ ഒരു കൊച്ചു വീടായിരുന്നു അത്. എങ്കിലും ആ വീട്ടിൽ ദൈവ മക്കളുടെ സാന്നിധ്യവും അവരുടെ പ്രാർത്ഥനയും പാട്ടുമെല്ലാം നിറഞ്ഞു നിന്ന അനുഗ്രഹീതമായ കാലഘട്ടം. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരാണെന്നുണ്ടായിരുന്നത്. എൻ്റെ മൂത്ത മകളും മകനുമാണെന്നുണ്ടായിരുന്നത്. പിന്നീട് കണ്ടൻപേരൂർ താമസിക്കുന്ന കാലഘട്ടത്തിലാണ് എൻ്റെ ഏറ്റവും ഇളയ മകൾ 1986 സെപ്റ്റംബർ മാസത്തിലാണ് എൻ്റെ ഏറ്റവും ഇളയ മകൾ ജനിക്കുന്നത്. ഇവിടെ വെച്ചാണ് ആ ജനനം നടക്കുന്നത്. അങ്ങനെ ആ കുഞ്ഞുകൂടെ ജനിച്ചു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ അനുഗ്രഹീതമായ ശുശ്രൂഷയുടെ മേഖലകൾ ദൈവം വെട്ടിത്തുറന്നു. ആ കാലഘട്ടത്തിൽ റാന്നിയിലുണ്ടായ ഒരനുഗ്രഹീതമായ ആത്മീക മുന്നേറ്റമാണ് ബ്രദറൻ ഗോസ്പൽ ഫെലോഷിപ്പ് എന്നുള്ളത്. അതിന് നേതൃത്വം കൊടുത്തത് ബഹുമാനപ്പെട്ട കീക്കൊടിയിലുള്ള ഞാൻ മുമ്പ് പറഞ്ഞ കൊളങ്ങരയിലെ ശമേൽച്ചാനാണ്. എല്ലാവരും ശമേൽച്ചാൻ എന്ന് വിളിച്ച ആ പിതാവാണ്. ആ പിതാവും ആദരണീയനായ JC ദേവ്സഹോദരൻ്റെ ഹൃദയത്തിലാണ് ദൈവം ഈ BGFൻ്റെ ആലോചന നൽകുന്നത്, അതിൻ്റെ നിയോഗം ദൈവം നൽകുന്നത്. അദ്ദേഹം ശമേൽച്ചാനുമായിട്ട് ഈ കുളങ്ങരയിലെ പ്രിയ പിതാവുമായിട്ട് ഈ വിഷയം അദ്ദേഹം പങ്കുവച്ചു. റാന്നിയിലെ മറ്റ് നേതൃത്വത്തിലുള്ള സഹോദരങ്ങളുമായിട്ട് പങ്കുവച്ചു, സഭകളുമായി പങ്കുവച്ചു. അങ്ങനെ ആലോചിച്ചു. അങ്ങനെ ഒരു മഹത്തായ സംരംഭം BGF എന്ന പേരിൽ ബ്രദറൻ ഗോസ്പൽ ഫെലോഷിപ്പ് എന്ന ഒരു പ്രവർത്തനം ആരംഭിച്ചു. അതിൻ്റെ 1-ാമത്തെ ദിവസം മുതൽ സഹകരിക്കാനും ആ പ്രവർത്തനങ്ങളിൽ വ്യാപൃതനാകുവാനും ദൈവം എന്നെ സഹായിച്ചു. ഇതൊരു സുവിശേഷ മുന്നേറ്റമായിരുന്നു. ഏതെങ്കിലും ഒരു സ്ഥലം തിരഞ്ഞെടുക്കാതെ നമ്മുടെ സ്ഥലം സഭയുള്ളതോ ഇല്ലാത്തതോ അവിടെ സ്ഥലം തിരഞ്ഞെടുത്ത് ആ സ്ഥലത്തൊരു വീട് വാടകയ്ക്കെടുത്ത് 3 ദിവസമോ 4 ദിവസമോ നീളുന്ന ബൈബിൾ ക്യാമ്പുകൾ നടത്തുക, സിംപോസിയം, ബൈബിൾ ക്ലാസുകൾ, പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക, ഭവന സന്ദർശനം, പരസ്യയോഗങ്ങൾ, രാത്രിയിലും മുറ്റത്ത് കൺവെൻഷന് പോലെ സാമാന്യം വിപുലമായ കൺവെൻഷനുകൾ. ഇതൊരു വലിയ ആത്മീക മുന്നേറ്റമായി മാറി. റാന്നിയുടെ ആത്മീക ചരിത്രത്തിലെ ഒരു വലിയ പ്രവർത്തനം ആയി അത് മാറി. തൽഫലമായി പുതിയ സ്ഥലം സഭകൾ ഉടലെടുക്കാൻ സാധിച്ചു. കൂടാതെ അനേകർ സുവിശേഷ താല്പര്യമുള്ളവരായി തീർന്നു. പലരും സുവിശേഷം പോകാനും പറയാനും പലരും പ്രാപ്തരായി മാറി. ദൈവവചനം പ്രസംഗിക്കാൻ പലരെയും പ്രാപ്തരാക്കി മാറ്റി. ആ പ്രവർത്തനം ഒരനുഗ്രഹീതമായ പ്രവർത്തനമായിരുന്നു. ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ചില പ്രസിദ്ധീകരണങ്ങൾ ബഹുമാനപ്പെട്ട ദേവ് സഹോദരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ എഴുത്തുമേഖലയിലേക്ക് തിരിഞ്ഞു. ആദ്യം പ്രസിദ്ധീകരിച്ച 2 പുസ്തകങ്ങളാണ്. ഒന്ന് സഭയും ശിക്ഷണവും. അതിനറിയപ്പെടുന്നത് അസംബ്ലി ഡോക്യുമെൻറ്റ്സ് എന്ന പേരിലാണ് ഈ പ്രസിദ്ധീകരണങ്ങളെ അറിയപ്പെട്ടത്. മറ്റൊന്നാണ് ക്രിസ്തുവിൻ്റെ സഭയും അടിസ്ഥാന ഉപദേശങ്ങളും. പ്രിയപ്പെട്ടവരെ, സഭയും ശിക്ഷണവും എന്ന പുസ്തകം എഴുതാനുള്ള ഭാഗ്യവും നിയോഗവും എനിക്കാണുണ്ടായത്. അതിൻ്റെ സന്ദർഭം എന്ന് പറയുന്നത് ഒരു രാത്രി കൊണ്ട് ഞാൻ എഴുതി തീർത്ത പ്രബന്ധമാണ് ആ പുസ്തകം. ഒരു സ്ഥലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്തുമ്പോൾ സന്ധ്യയായി. പിറ്റേ ദിവസം അവതരിപ്പിക്കേണ്ട പ്രബന്ധമാണിത്. രാത്രിയിൽ ഒരുപോലെ കണ്ണുറങ്ങാതെ ഞാൻ തയ്യാറാക്കിയ പ്രബന്ധമാണ് പിൽക്കാലത്ത് പുസ്തകമായി മാറിയത്.
ഈ ദൈവസഭയും അടിസ്ഥാന ഉപദേശങ്ങളും എന്ന ഈ പുസ്തകത്തിൽ ദൈവസഭയെക്കുറിച്ച്, പുതിയ നിയമസഭയെക്കുറിച്ച് എഴുതാൻ എന്നെയാണ് പ്രിയ ദേവ് സഹോദരൻ ഉൾക്കൊള്ളുന്ന ഈ പുസ്തകത്തിൻ്റെ പ്രസിദ്ധീകരണത്തിൻ്റെ പിമ്പിലുണ്ടായിരുന്ന ദൈവദാസന്മാർ ഏൽപ്പിച്ചത്. അങ്ങനെ ഞാൻ ബ്രദറൻ സമൂഹത്തിലെ എഴുത്ത് രംഗത്തേക്കും പ്രത്യക്ഷപ്പെടാൻ ദൈവം വഴിതെളിച്ചു. തുടർന്ന് പുസ്തകങ്ങൾ അനേകം രചിക്കാൻ ഇതായിരുന്നു അതിൻ്റെ പ്രാരംഭ സംരംഭം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ. അങ്ങനെ ദൈവം വെട്ടിത്തുറന്ന വഴികളിലൂടെ യാത്ര ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവം, സർവകൃപാലുവായ ദൈവം എളിയവനോട് കൃപ കാണിച്ചു. തുടർന്നും നിങ്ങളുടെ പ്രാർത്ഥന വേണം. നിങ്ങളുടെ പ്രോത്സാഹനത്തിൻ്റെ വാക്കുകൾ എനിക്ക് ആവശ്യമാണ്. ദൈവമായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.